ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കി നോക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ഏകദേശം 1 കിലോ ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 900 ഗ്രാമൊക്കെ ഉണ്ടാവും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ചൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആദ്യം ഏകദേശം ഒരു 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ ഫൈനായിട്ടല്ല പൊടിച്ചിട്ടുള്ളത്, ഇതുപോലെ കുറച്ചൊന്ന് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അത് ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചെടുത്ത് ചേർക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചത്. വെളുത്തുള്ളി ഇഞ്ചി കൂടി എടുക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിനേക്കാളും കുറച്ചൊന്ന് കൂടുതലായിട്ട് എടുക്കുക, എന്നിട്ട് ചതച്ചെടുത്താൽ മതി. രണ്ടും കൂടിയിട്ട് നമുക്ക് ഈ റെസിപ്പിക്ക് 3 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അതിന്നിപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അതിനുശേഷം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്തണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ആദ്യം അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. എന്നിട്ട് ആ പെരിഞ്ജീരകം ഒന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങുമ്പോൾ അതിലേക്കൊരു 2 വറ്റൽമുളക് അതുപോലെ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 20 ചെറിയ ഉള്ളിയും അത്യാവശ്യം വലിപ്പമുള്ള 3 സവാളയും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. സവാളയുടെ കൂടെ ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർക്കുമ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ബാക്കി 1.5 ടേബിൾ സ്പൂൺ ഈ സമയത്ത് ചേർക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി സവാള നല്ലോണം ഒന്ന് വാടി വരുന്നവരെ വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ ആവൊന്നും വേണ്ട, നല്ലോണം ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ അത് ഇതുപോലെ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി. ഇതിന് മുളക് പൊടി അധികം വേണ്ട, 1/2 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ ചേർത്താലും മതി. കുരുമുളക് പൊടിയുടെ ആ ഒരു എരിവും ഫ്ലേവറുമാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, അത്രയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കുക. പൊടികൾ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 3-4 മിനിറ്റൊക്കെ ഇളക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചിക്കനൊന്ന് ചുരുങ്ങിയിട്ട് അതൊന്ന് കുറേശ്ശെ വെള്ളം ഇറങ്ങി വരും. അതുവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇപ്പോൾ അതൊന്ന് ഇതുപോലെ കുറേശ്ശെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്നങ്ങോട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അത് വേവിക്കാൻ നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല. ചിക്കൻ വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഇറങ്ങി വരും. അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് അതുപോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ കുറച്ചും കൂടി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുത്ത് ചേർക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അത് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റും കൂടിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി. 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ആ ചിക്കനൊക്കെ നന്നായി വെന്ത് അതിന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ചൊന്ന് ഗ്രേവിയോട് കൂടിയിട്ടൊക്കെ വേണമെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി അവസാനം ഇതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ റെസിപ്പിയിൽ 2.25 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം അത് ചേർത്ത് കൊടുക്കുമ്പോഴും എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ ഒരു അടിപൊളി പെപ്പർ ചിക്കൻ റെഡിയായി. അവസാനം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ വരിക.
ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെയോ ബ്രെഡിൻ്റെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്